ശ്രീ കെ മുരളീധരൻ ചേരുന്നുണ്ട്. ശ്രീ കെ മുരളീധരൻ, രാജിവെക്കേണ്ടതില്ല എന്നുള്ളതാണ് CPM-ന്റെ തീരുമാനം. ഒരു തവണ ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചു, ഇനിയൊരു ധാർമ്മിക പ്രശ്നം ഉദിക്കുന്നില്ല എന്നും വിലയിരുത്തുന്നുണ്ട് ശ്രീ കെ മുരളീധരൻ. അതായത് 2022 അദ്ദേഹം രാജിവെക്കാൻ ഇടയായ സാഹചര്യത്തിനേക്കാൾ ഗൗരവമാണ് ഇപ്പോഴത്തെ സംഭവവികാസം. കാരണം കോടതി തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം. കീഴ്ക്കോടതിയുടെ അഭിപ്രായം മേൽക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു കാര്യം നോക്കേണ്ടത്, സജി ചെറിയാൻ മന്ത്രിയായിട്ട് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക? അങ്ങനെയുള്ള അന്വേഷണം നടത്തിയാൽ അത് സത്യസന്ധമായിട്ടുള്ള അന്വേഷണമായിട്ട് നാളെ കോടതി അംഗീകരിക്കുമോ? അതുകൊണ്ട് ധാർമ്മികത എന്നുള്ള ഒരു വാചകത്തിനോട് CPM-ന് അല്പമെങ്കിലും ബഹുമാനം ഉണ്ടെങ്കിൽ ഉടനെ അദ്ദേഹം രാജിവെച്ച് ഇക്കാര്യത്തിൽ ഫൈനലായിട്ടുള്ള ഒരു നടപടി വരുന്നത് വരെ അദ്ദേഹം ക്യാബിനറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് കോടതിയിൽ നിന്ന് കർശനമായിട്ടുള്ള പരാമർശം വന്നാൽ അദ്ദേഹത്തിന്റെ MLA സ്ഥാനം പോലും അപകടത്തിലാവും. കാരണം ഭരണഘടന തൊട്ടിട്ടുള്ള കളിയാണ് കളിച്ചത്. അതിൽ നിന്നും ഒരിക്കലും അദ്ദേഹത്തിന് മോചിതനാവാൻ കഴിയില്ല. ശ്രീ കെ മുരളീധരൻ, താങ്കൾ ഇപ്പോൾ പറഞ്ഞ ആ കാരണം തന്നെയാണ് CPM രാജിവെക്കാതിരിക്കാനുള്ള കാരണമായി പറയുന്നത്. അതായത് CPM പറയുന്നു, കോടതി പറയലാണ് ഇത് സാധാരണ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചാൽ പോരാ, മന്ത്രി ആയതുകൊണ്ട് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം. അതിന്റെ അർത്ഥം CPM വ്യാഖ്യാനിക്കുന്നത് മന്ത്രിസ്ഥാനത്ത് തുടരാൻ കോടതിക്ക് പ്രശ്നമില്ല എന്നുള്ളതാണ്. ആ വ്യാഖ്യാനം ശരിയായ വ്യാഖ്യാനമാണോ ശ്രീ കെ മുരളീധരൻ? അത് ശരിയല്ല. കാരണം കേസ് അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഒരു ക്യാബിനറ്റ് മന്ത്രി എന്ന് പറയുമ്പോൾ മന്ത്രിയുടെ കീഴിലാണ് ഏത് ഡിപ്പാർട്ട്മെന്റും. മാത്രമല്ല, ക്യാബിനറ്റ് എന്ന് പറയുന്ന ആ ക്യാബിനറ്റിൽ അംഗമായ ഒരാൾക്കെതിരെ ക്യാബിനറ്റിന്റെ താഴെ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെ സത്യസന്ധമായിട്ട് അന്വേഷിക്കാൻ കഴിയും? അപ്പൊ കഴിഞ്ഞ തവണത്തെ ധാർമ്മികതയേക്കാൾ കൂടുതൽ സീരിയസ് ആണ് ഇപ്പോഴത്തെ പ്രശ്നം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അടിയന്തരമായിട്ട് അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കണം. അല്ലെങ്കിൽ നാളെ കോടതിയിൽ നിന്ന് കടുത്ത പരാമർശം നേരിടേണ്ടി വരും. അങ്ങനെ വന്നാൽ MLA സ്ഥാനം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാവും. ഒറ്റ ചോദ്യം വിളിച്ചു കെ മുരളീധരൻ, ഇത് അസാധാരണമായ സാഹചര്യമാണ്. കാര്യം നമ്മുടെ ഓർമ്മയിൽ ഇപ്പം രാജിവെക്കുകയാണെങ്കിൽ ഒരേ വിഷയത്തിന്റെ പേരിൽ 2 തവണ രാജിവെച്ച മറ്റൊരു മന്ത്രി നമ്മുടെ ഓർമ്മയിലില്ല. കെ മുരളീധരൻ അത് തിരക്കിട്ട ഒരു പോലീസുകാരനെ കൊണ്ട് അന്വേഷണം നടത്തിച്ച് മന്ത്രിസഭയിൽ തിരിച്ചു കയറിയേണ്ട ദോഷമാണ്. അതുകൊണ്ടാണ് ഒരേ വിഷയത്തിൽ 2 തവണ രാജിവെക്കേണ്ടി വരുന്നത്. അല്ല, ചോദിച്ചു വന്നത് ഇപ്പോൾ മന്ത്രിയുടെ ആദ്യ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷത്തിന് ഒരു സെറ്റ് പ്രതിഷേധം കഴിഞ്ഞു, അതിൽ രാജിയുണ്ടായി. ഇനി വീണ്ടും രാജി ആവശ്യപ്പെട്ട് അടുത്ത സെറ്റ് പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം പോകുമോ എന്നൊരു ചോദ്യം കൂടി അവിടെ ഇല്ലേ ശ്രീ കെ മുരളീധരൻ? അക്കാര്യം ഞങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കും. ഓക്കെ, താങ്ക് യു ശ്രീ കെ മുരളീധരൻ. ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും സജി ചെറിയാനൊപ്പം CPM നിൽക്കുകയാണ്. മന്ത്രി രാജിവെക്കേണ്ടതില്ല എന്നുള്ളതാണ് CPM നിലപാട്. മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ മട്ടിൽ ധാർമ്മിക പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് താൻ രാജിവെച്ചു. അതിനുശേഷം കീഴ്ക്കോടതിയിൽ അനുകൂലമായ തീരുമാനം എന്ന് പറഞ്ഞാൽ പോലീസിന് അനുകൂലമായ റഫർ റിപ്പോർട്ട് ഉണ്ടായി. സോ ആ ധാർമ്മിക പ്രശ്നം അവിടെ പൂർണ്ണമാകുന്നു, തിരികെ മന്ത്രിസ്ഥാനത്തേക്ക് വന്നു. ഇനിയുള്ള ബാക്കി കാര്യങ്ങൾ ധാർമ്മികത എന്ന പ്രശ്നം ഒരിക്കൽ പറഞ്ഞ് പൂർത്തിയാക്കിയത് കാരണം അത് നിലനിൽക്കുന്നതല്ല. ഇനിയുള്ളത് നിയമവ്യവഹാരമാണ്. കീഴ്ക്കോടതിയിൽ അനുകൂലമായി ഉണ്ടായി, തൊട്ട് മേൽക്കോടതിയിൽ അത് പ്രതികൂലമായി, അതിന് മുകളിൽ കോടതികളുണ്ടല്ലോ. അപ്പോൾ നിയമവഴിയിൽ മുന്നോട്ടേക്ക് പോവുക. അതിനിടയിൽ മന്ത്രിയുടെ രാജിക്ക് അവിടെ വലിയ പ്രസക്തിയില്ല എന്ന് സജി ചെറിയാൻ പറഞ്ഞതിനൊപ്പം CPM നിൽക്കുകയാണ്. എന്താണ് പ്രതിപക്ഷത്തിൻ്റെ സമര നിലപാട് എന്നൊക്കെ ഇനി വരും മണിക്കൂറുകളിൽ അറിയേണ്ടതുമാണ്.